നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സൗകര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ മാത്രം പരിമിതപ്പെടുകയും അത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായി കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടവരല്ല നമ്മൾ. ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറ തൗബയിലെ 38-ാമത്തെ വചനത്തിൽ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർദ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെടണമെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് ഭാരം തൂങ്ങുകയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ലഭിച്ചിട്ടുള്ള പരിമിതങ്ങളായിട്ടുള്ള സൗകര്യങ്ങളിൽ ആലസ്യം പൂണ്ടവരായി കഴിഞ്ഞുകൂടുകയാണ് നിങ്ങൾ. ഇതൊരു ചോദ്യമായി അല്ലാഹു നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ പ്രഥമ അനുവാചകർ എന്ന് പറയുന്നവർ ആരായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വന്തം നാട്ടിൽ നിന്നും ഈ ആദർശത്തിന് വേണ്ടി പലായനം ചെയ്ത ആളുകളാണ് ഇതിന്റെ ഒന്നാമത്തെ അനുവാചകർ എന്ന് പറയുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ വെളിച്ചം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുവാൻ കാരണമായിട്ടുള്ളത്. ഈ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമ നിർവഹിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശബാബ് നടത്തുന്നത്. ശബാബ് എന്ന് പറയുമ്പോൾ അത് ISMന്റെ മുഖപത്രമല്ലേ, അത് KNMന് എന്ത് കാര്യം, അല്ലെങ്കിൽ IGMന് എന്ത് കാര്യം എന്ന് പറയേണ്ടതില്ല, എന്ന് ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ ജിഹ്വയാണ്, നമ്മുടെ ശബ്ദമാണ്, നമ്മുടെ വെളിച്ചമാണ് ശബാബ് എന്ന് പറയുന്നത്. ആ ശബാബിനെ നെഞ്ചേറ്റേണ്ടത് നമ്മുടെ കടമയാണ്. ആ കുടമയെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ഏതെങ്കിലും രൂപത്തിൽ നിന്നു പോവുകയാണെങ്കിൽ, സാമ്പത്തികമായ പ്രയാസം കൊണ്ട് നിന്നു പോവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ്. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അതുകൊണ്ട് ഓരോരുത്തരും അത് ഈ പ്രചരണ മാസത്തിൽ അത് വിശദീകരണം നൽകും. 1000 രൂപക്ക് രണ്ടും ലഭിക്കുന്ന രൂപത്തിലാണ് അതിന്റെ വരിസംഖ്യ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രചരണമല്ലാത്ത കാലം അതിനേക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ട് 1000 രൂപ കൊടുത്ത് എന്ന് പ്രകടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി ഓരോ ശാഖയിലും ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ ശാഖയിൽ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകളും അതിൽ വഴി ചേർക്കേണ്ടതുണ്ട്. സ്കോഡ് പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ മറ്റുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ ഈ ദൗത്യം ഏറ്റവും